ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഉയർന്ന ബൈയിങ് മൊമെന്റം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളതുമായ രണ്ട് ഹൈ ഗ്രോത്ത് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ രണ്ട് ഹൈ ഗ്രോത്ത് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളും റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകളാണ്. ഒന്നാമത്തേത് വാരിയർ റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.7% ഇടിഞ്ഞ് 1933 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 52 വീക്കിലോ 226. 21,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് 6 മാസം കൊണ്ട് 270% റിട്ടേൺ നൽകി. സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 35% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. വാരിയർ റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനി വാരി ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ്. 10,000-ലധികം സോളാർ പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റോൾഡ് ചെയ്ത ഹിസ്റ്ററിയുള്ള ഒരു ഗ്രൂപ്പാണ് വാരി ഗ്രൂപ്പ്. കൂടാതെ 600 മെഗാവാട്ടിലധികം ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയും കമ്പനിക്കുണ്ട്. ഈ കമ്പനി പ്രധാനമായും കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് വേണ്ടി സോളാർ പ്രോജക്റ്റ് ഇൻസ്റ്റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. റീസെൻ്റ്ലി കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം 30 മെഗാവാട്ട് DC കപ്പാസിറ്റിയുള്ള ഒരു ടേൺ കീ പ്രോജക്റ്റിൻ്റെ EPC, അതായത് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സും വാരിയർ റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ജൂലൈ 15-ാം തീയതിയാണ് പുറത്തു വന്നത്. വാരിയർ റിന്യൂവബിൾ ടെക്നോളജി എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മെയ് മാസത്തിലാണ് പുറത്തു വന്നത്. മെയ് മാസത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 12 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് ഏകദേശം 4 മടങ്ങ് ഉയർന്നിരുന്നു. റവന്യൂ 61 കോടിയിൽ നിന്നും 271 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ എബിറ്റ 22 കോടിയിൽ നിന്നും 75 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം 2365 മെഗാവാട്ട് എനർജി ഇൻസ്റ്റാളേഷൻ്റെ അൺഎക്സിക്യൂട്ടഡ് ഓർഡറുകൾ ഈ കമ്പനിയുടെ ഓർഡർ ബുക്കിലും കാണാൻ സാധിക്കും. അതായത് വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. ROE 93%, ROCE 103%, 3 ഡിജിറ്റിൽ നമ്മൾക്ക് ROC കാണാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ കടബാധ്യത കുറവാണ്. 211 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 41 കോടിയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 74% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 25% സ്റ്റേക്ക് ഹോൾഡിങ്ങും. എന്നാൽ FISും DISും ഈ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് കൺസേൺ ആണ്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 307%, 3 ഡിജിറ്റ്. കമ്പനിയുടെ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 303%, അതും 3 ഡിജിറ്റ്. ROE 87%. വാരിയർ റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 1933 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1933 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 2250, 2500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. ബ്രേക്ക് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 1750 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുക. സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വോളിയം ഡ്രൈഅപ്പ് കാണാനും സാധിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വാരിയർ റിന്യൂവബിൾ ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയർന്ന് 2040 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72. 52 വീക്ക് ഹൈ 2109, 52 വീക്കിലോ 497. KPI ഗ്രീൻ വാരിയർ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട സെയിം സെക്ടറിലെ തന്നെ കമ്പനിയാണ്. അതേസമയം വാരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5% ഉയരുകയും ചെയ്തിരുന്നു. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 114% റിട്ടേൺ ആണ് നൽകിയത്. റീസെൻ്റ്ലി കമ്പനി 2:1 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 സ്റ്റോക്കുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. ഈ സ്റ്റോക്കിൽ നമ്മൾക്കൊരു കോർപ്പറേറ്റ് ആക്ഷനും കാണാൻ സാധിച്ചിട്ടുണ്ട്. KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയും KP ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസർ, ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ തുടങ്ങിയ സെഗ്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ROE 29%, ROCE 21%. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് വാരിയർ റിന്യൂവബിൾ പോലെ തന്നെ 3 ഡിജിറ്റിൽ 116% കാണാൻ സാധിക്കും. പ്രോഫിറ്റ് ഗ്രോത്ത് 95%, ROE 35%. ഇവിടെ വാരി ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ വാരിയർ റിന്യൂവബിൾ ടെക്നോളജിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കൂടുതലാണ്. 775 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 1036 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 53.09%. ഇതിൽ 45%-ഓളം സ്റ്റേക്കുകൾ പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ വാരിയർ റിന്യൂവബിൾ ടെക്നോളജിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കമ്പനിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് പ്രസൻസ് ഉണ്ട്. FISന് 6.05%, DISന് 0.3% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പബ്ലിക്കിന് 40.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. KPI ഗ്രീൻ എന്ന സ്റ്റോക്കിലും
ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് കുറച്ച് നാൾ ഡൗൺവേർഡ് ട്രെൻഡിലായിരുന്നു. 950 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നത്. അതിനുശേഷം സ്റ്റോക്ക് 1019 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നപ്പോഴും KPI ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റോക്ക് 1019 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇത് സ്പ്ലിറ്റ് അഡ്ജസ്റ്റഡ് പ്രൈസ് ആണ്. ഇവിടെ നിന്നും 1200 വരെ ഉയരാൻ കമ്പനിക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക് 1200 വരെ ഉയർന്നേക്കാം. 950, 900 തുടങ്ങിയ സോണുകളായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്